അമ്മ എന്ന നിലയിൽ എന്തൊക്കെ തോന്നുന്നു? അമ്മ നിലയിൽ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ആൺകുട്ടികളാവുമ്പോൾ നമുക്ക് ഇപ്പൊ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കുള്ളിൽ ഭയം, പ്രശ്നങ്ങളാണ്, ഭയമാണ് അല്ലെ. വിമൻ ഇൻ സിനിമയ്ക്ക് ഒരു വേറൊരു പെർസ്പെക്റ്റീവ് വന്ന് തുടങ്ങി. ഉണ്ട് 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 നല്ല വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റിന് പണ്ടത്തേക്കാൾ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇല്ലേ. അങ്ങനത്തെ മൂവീസ് ഒക്കെ ഇപ്പൊ ഹിറ്റ് ആവുന്നുണ്ട്. വർക്കിംഗ് വിമൻ എന്നൊരു സിറ്റുവേഷൻ വരുമ്പോ എന്താ തോന്നിയിട്ടുള്ളത്? ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ബുദ്ധി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇല്ലേ. അതെ, അത് അതിജീവിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് അപകടകരമായി വരാതെ നോക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള നിലയില് സ്ത്രീകൾ ഇത് മിസ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളവരുണ്ടല്ലോ, ഒരുപാടുണ്ട്. നമുക്ക് എല്ലായിടത്തും ഒരു സീറ്റ് നമുക്ക് ഉണ്ട് അല്ലെ. ഇപ്പൊ ലേഡീസ് ഫസ്റ്റ് എന്നുള്ളൊരു ഇതുണ്ട്. അതൊരു അഹങ്കാരമായിട്ട് എടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഹായ്, ഹലോ എവരിവൺ. കാലം പറഞ്ഞ കഥ എന്ന സിനിമയിലൂടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിഷ ചേച്ചി എത്തുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ കാലം പറഞ്ഞ കഥ എന്ന് പറയുന്നത് കുറെ പോസ്റ്റർ എല്ലാം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കണക്ട് ആവുന്നുണ്ട്. കുറെ ഇപ്പൊ ഈ റീസെന്റ് ആയി നടന്ന ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഈ സിനിമയെ പറ്റി എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഇപ്പോഴത്തെ ഒരു നമ്മൾ ജനറേഷനിൽ സംഭവിക്കുന്ന കുറെ നമുക്ക് സങ്കടകരമായ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നമുക്ക് എന്താ പറയുക, തടയിടാൻ ഉപകരിക്കുന്നൊരു സിനിമയാണ്. കാരണം അവിടെ നടന്നൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ കുടുംബത്തെ അല്ലെ സമൂഹത്തിനെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ്. അപ്പൊ ഇതില് എന്ത് റോളാണ് ചേച്ചി എത്തുന്നത്? ഇതിനകത്ത് നായകൻ പയ്യന്റെ അമ്മയായിട്ട്, അജാസിന്റെ അമ്മയായിട്ട്. അപ്പൊ റിയൽ ലൈഫിലും ചേച്ചി ഒരു അമ്മയാണ്, പെൺകുട്ടികളുടെ അമ്മയെന്ന് എടുത്തു പറയണം. അപ്പൊ നമ്മൾക്ക് അറിയാം എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്ന്. അപ്പൊ ഈ ആൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയില് ഇപ്പോ സിനിമയിൽ വരുമ്പോ എന്താ തോന്നുന്നത്? ലൈക്ക് ആ ഒരു അമ്മ എന്ന നിലയിൽ എന്തൊക്കെ തോന്നുന്നു? അമ്മ നിലയിൽ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ആൺകുട്ടികളാവുമ്പോൾ നമുക്ക് ഇപ്പൊ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്കുള്ളിൽ ഭയം, പ്രശ്നങ്ങളാണ്, ഭയമാണ് അല്ലേ. നമുക്ക് വീട്ടിലിരിക്കുന്ന പാരന്റ്സിനാണ് എപ്പോഴും ടെൻഷൻ ഉണ്ടാവുന്നത്. സമാധാനം നഷ്ടപ്പെട്ടു പോകും അല്ലേ. അപ്പോ ഈ കഥ, കാലം പറഞ്ഞ കഥ എന്ന് പറയുമ്പോ ഇപ്പൊ വെഞ്ഞാറമ്മൂട് കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നി. അതിന്റെ പോസ്റ്റേഴ്സും കഥയുടെ ഒരു പശ്ചാത്തലമൊക്കെ വന്നപ്പോ അപ്പൊ ഇങ്ങനത്തെ റെലവെന്റ് അല്ലെങ്കിൽ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും സിനിമയായിട്ട് വരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല കാര്യമല്ലേ. കാരണം നമുക്ക് എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നു എന്നുള്ളത് സമൂഹം അറിയണമല്ലോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് അത് തരണം ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിർത്തലാക്കാം എന്നതിനെ കുറിച്ചൊക്കെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ വഴിയല്ലേ. അപ്പൊ അത് സിനിമയാകുന്നത് നല്ല കാര്യം തന്നെയാണ്. എങ്ങനെയുള്ളൊരു അമ്മേനെ ഈ സിനിമയിൽ മുഴുവനായിട്ട് വന്നു? ഇതിലെ അമ്മ അത് എങ്ങനെയുള്ള അമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു അമ്മ. മക്കൾ എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് വിശ്വസിച്ച് പോകുന്നൊരമ്മ. പൊതുവെ അപ്പൊ അമ്മ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോ ഇച്ചിരി കൂടി ഇമോഷണൽ ടച്ച് വരുന്ന ഒരു അമ്മയായിട്ടാണല്ലോ കാണാറ്. മക്കളെ ഇതേപോലെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവരായിട്ട് ഇപ്പൊ നമ്മളെ ഉപ്പുമുളകിൽ ഇച്ചിരി കൂടെ ഒരു ബോൾഡ് ഏരിയയാണ്. പക്ഷെ ബാക്കി മൂവീസിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഇമോഷണൽ ടച്ച് ക്യാരക്ടേഴ്സ് അല്ല ചെയ്യുന്നത്. ഈ സിനിമയിലും അങ്ങനെ തന്നെ ഒരു ഇമോഷണൽ ടച്ച് തന്നെയാണ്. ഇമോഷണൽ എന്ന് വെച്ചാല് അതിലെ പോലെയല്ല, കുറച്ച് ഞാൻ പറയുന്നത് ഭയങ്കര ഇന്നസെന്റ് ആണ്. എന്താണ് മക്കൾ പറയുന്നതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നതാണെന്ന് വിശ്വസിച്ചിട്ട് അതിലൂടെ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മള് അപ്പൊ മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും കുടുംബത്തിൽ ആരാണെങ്കിലും എല്ലാവരും പറയുന്നത് അതേപടി എഴുതാതെ നമ്മൾ അതില് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ട് ഇപ്പത്തെ കാലഘട്ടത്തില്
അമ്മ കഥാപാത്രമാണെങ്കിലും സ്ത്രീകൾ ചെയ്യുന്ന കഥാപാത്രമാണെങ്കിലും പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയി വരുന്നുണ്ട്. ഒബ്ജക്റ്റിഫൈ എന്ന് പറയുന്നത് മാറി വരുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഇനി ഇപ്പൊ വരുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ വിമൻ ഇൻ സിനിമയ്ക്ക് ഒരു വേറൊരു പെർസ്പെക്റ്റീവ് വന്ന് തുടങ്ങി. ഉണ്ട് 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 നല്ല വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റിന് പണ്ടത്തേക്കാൾ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇല്ലേ? അങ്ങനത്തെ മൂവീസൊക്കെ ഇപ്പോൾ ഹിറ്റ് ആവുന്നുമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ജനങ്ങളെ അത്തരത്തിലുള്ള മൂവീസ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അത്തരത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാവാം അത് ജനങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നല്ല കാര്യം, നല്ലൊരു പോസിറ്റീവ് ഇതാണത്, അങ്ങനൊരു മാറ്റം. ഇപ്പൊ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മൂവിയിലാണെങ്കിലും സീരിയലും ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വിമൻ ഇൻ സിനിമ എഴുതപ്പെടുമ്പോൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഇവരിൽ ആര് എഴുതപ്പെടുമ്പോഴാണ് ഒരു കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഒരു ക്യാരക്ടേഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റാന്ന് തോന്നാറ്? അങ്ങനെയില്ല, സബ്ജക്റ്റ് ആണല്ലോ അവിടുത്തെ പ്രധാന കാര്യം. അപ്പൊ സബ്ജക്റ്റ് നല്ലതാണെങ്കിൽ ഇപ്പൊ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഹിറ്റാവും. അതിന് ഇവിടെ ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ മെയിൽ ഓറിയന്റഡ് അങ്ങനെയില്ല. സബ്ജക്റ്റ് നല്ലതാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കും. ഇമോഷണലി ആണെങ്കിലും അതെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറിയും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ പറയാറുണ്ട് ഇപ്പത്തെ കാലഘട്ടത്തിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു, പ്രത്യേകിച്ച് വിമന്റെ എതിരെ നടക്കുന്ന ഇഷ്യൂസ് വെച്ചിട്ട്. അപ്പൊ ഈ അടുത്ത് തന്നെ നമുക്കറിയാം സോഷ്യലി റെലവെന്റ് ആയിട്ട് ഒരു വലിയൊരു ഇഷ്യൂ നടന്നു, ഒരാള് മരിച്ചൊരു സിറ്റുവേഷനായി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സേഫ്റ്റി ഉദ്ദേശിച്ചിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം നേരെ ഓപ്പോസിറ്റ് ആയി വരുന്നു. അത് വിമൻ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ അതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? ഇൻഡസ്ട്രീസ് ലൈക്ക് പല ഇൻഡസ്ട്രീസും വെച്ച് നോക്കുമ്പോഴും വർക്കിംഗ് വിമൻ എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ബുദ്ധി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇല്ലേ? അതെ. അത് അതിജീവിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് അപകടകരമായി വരാതെ നോക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനിപ്പോൾ ഫീമെയിലെന്നോ മെയിലെന്നോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യരെല്ലാം ഒരുപോലെ തന്നെയാണ്, ബുദ്ധിയും എല്ലാവർക്കും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. അത് തന്നെയാണല്ലോ പണ്ട് പുരുഷന്മാർക്കാണ് മേൽക്കോയ്മ ഉണ്ടായിരുന്നത്, അവർക്ക് ബുദ്ധി കൂടുതലുണ്ടായിരുന്നത് കൊണ്ടാണോ? ആണോ? അല്ല, സ്ത്രീകൾക്കും ബുദ്ധി ഉണ്ടായിരുന്നു. അവരെ ആ ഒരു വിധത്തിലേക്ക് അവരെ ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നീ ചെയ്യുന്നത് ശരിയാവില്ല, ഞാൻ ചെയ്താലേ ശരിയാവും. പക്ഷെ അതൊക്കെ മാറിയില്ലേ ഇപ്പൊ സ്ത്രീകളാണ് കൂടുതലും വീട്ടിലെല്ലാ കാര്യം. പണ്ടങ്ങനെയല്ല അല്ലേ? ഒരു കാർന്നവരായിരിക്കും ഒരു കുടുംബം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ സ്ത്രീകളാണ് ഫിനാൻഷ്യലി കാര്യങ്ങൾ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭർത്താവ് ജോലിക്ക് പോകണു, പൈസ കൊണ്ടൊന്ന് കൊടുക്കണു, തീർന്നു, കഴിഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അത് ആണാണോ പെണ്ണാണോ എന്നല്ല നോക്കേണ്ടത്, അതുകൊണ്ട് മറ്റൊരാൾക്ക് ഇഷ്യൂസ് ഉണ്ടാകും. നമുക്ക് ഇഷ്യൂ ഉണ്ടാവരുതും, നമുക്ക് ഇഷ്യൂ ഉണ്ടാവുന്നത് തന്നെയാണല്ലോ അവരുടെയും പ്രശ്നം അല്ലേ? ശരിയാ. മറ്റൊരാൾക്ക് അപകടം ഉണ്ടാവുന്നതാണല്ലോ നമ്മളെ ഇഷ്യൂ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഉണ്ടാവണം മാത്രം. ഒരാൾക്കൊരു നമ്മൾ കാരണം ഒരു കുഴപ്പമുണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ തലയിൽ തന്നെ വരും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഉണ്ടായാൽ മാത്രം മതി. ഇപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റും അല്ലെങ്കിൽ ഇത്രയും കാലം കുറെ ഡെവലപ്പ് ആയതുകൊണ്ടാണ് സ്ത്രീകൾ മിസ്യൂസ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്നൊക്കെ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള നിലയില് സ്ത്രീകൾ മിസ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളവരുണ്ടല്ലോ, ഒരുപാടുണ്ട്. നമുക്ക് എല്ലായിടത്തും ഒരു സീറ്റ് നമുക്ക് ഉണ്ട് അല്ലേ? ഇപ്പൊ ലേഡീസ് ഫസ്റ്റ് എന്നുള്ളൊരു ഇതുണ്ട്, അതൊരു അഹങ്കാരമായിട്ട് എടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ലേഡീസ് ഫസ്റ്റ്, അപ്പൊ ഞങ്ങൾ എന്ത് സംഭവമാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അത് നമുക്ക് തരുന്ന ബഹുമാനമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതങ്ങ് മാറി. അത് നമുക്ക് തരുന്നത് ബഹുമാനമാണ് അല്ലെ? ആ ബഹുമാനം മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മളത് തിരിച്ചും കൂടെ കൊടുക്കണം. അത് നമുക്ക് തരുന്ന ഒരു അഹങ്കാരമായ അലങ്കാരമല്ല, അത് നമുക്ക് തരുന്ന റെസ്പെക്റ്റ് ആണ്. തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഇപ്പൊ ഈ കാലം പറഞ്ഞ കഥ എന്ന് പറയുന്നത് ഒരു മോനമ്മ ബന്ധം ആണല്ലോ. അപ്പൊ ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഇറങ്ങിയായിരുന്നു. ഒരു കുട്ടീനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ. അതല്ല നമ്മള് 10th പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചു റാഗിങ് ഒക്കെ കാരണം കൊണ്ട്. അപ്പൊ ഒരു അമ്മ എന്ന നിലയിൽ ഇങ്ങനത്തെ ഇപ്പൊ മക്കളെ വളർത്തുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ
കഥാപാത്രമാണെങ്കിലും അല്ലെങ്കിൽ റിയൽ ലൈഫിലാണെങ്കിലും ആ ഒരു ടെൻഷൻ ഒന്നും ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള ന്യൂസ് ഒക്കെ നമ്മള് വീട്ടില് കുട്ടികളെ വളർത്തുന്നത് നമ്മള് സ്നേഹം അവർക്ക് കൊടുത്തുകൊണ്ട് വളരെ സിൻസിയർ ആയിട്ടാണ് നിൽക്കുന്നത്. പുറത്തേക്ക് കുട്ടികൾ ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും തിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല ഇല്ലേ. നമ്മൾ വളരെ അവരെ പഠിപ്പിക്കാണ്ടിരിക്കാൻ പറ്റുമോ, പുറത്തേക്ക് അയക്കാതിരിക്കാൻ പറ്റും, കൂട്ടിലിട്ട് വളർത്താനും പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ പാരന്റ്സും മക്കളെ പഠിപ്പിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് അയക്കുന്നത് വളരെ വിശ്വാസത്തോടെയാണ്. പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് അവരെ നമ്മൾ കുഞ്ഞിലെ പഠിപ്പിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞ റാഗിങ് അതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നത് ഭയങ്കര എനിക്കറിയാൻ മേലാത്തൊരു കാര്യം. കാരണം വെച്ചാല് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്ത് ചെയ്യുന്ന അറിയാതെ കൊച്ചു പകച്ചു പോവുമല്ലോ അല്ലേ. അപ്പൊ അത് ഭയങ്കര സങ്കടകരമായ കാര്യം തന്നെയാണ്. അതിനെയൊക്കെ എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിർത്തണം എന്നുള്ളതാണ് അല്ലേ. എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം, എന്തിനാണ്? ഇപ്പത്തെ കുട്ടികൾക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ വയലൻസിനോട് കൂടുതലാണ്. പണ്ട് നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും വഴക്ക് പറയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ആർക്കും വഴക്ക് അവര് വഴക്ക് പറയുക എന്നുള്ള പേടിയാണ് നമുക്ക്. അപ്പൊ അത് വളർത്തുന്നതിന്റെ ഒരു കുഴപ്പം അതെന്ന് വെച്ചാല് പണ്ട് ഒരുപാട് കുട്ടികളും ഒരുപാട് കുടുംബത്തിലെ അംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു അല്ലെ. അവിടുത്തെ ഒരു സന്തോഷം, ആ സന്തോഷം നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ഇപ്പൊ അതല്ല. ഇപ്പൊ കുട്ടികളെ നമ്മൾ വളർത്തുന്നത് അവരെ രാജാക്കന്മാരെ പോലെ അങ്ങനെയാണ് വളർത്തുന്നത് ഇല്ലേ. ഇപ്പൊ അവരൊരു കാര്യം ചോദിച്ചാൽ ഇപ്പൊ തന്നെ അങ്ങ് മേടിച്ചു കൊടുക്കും. രാത്രി 12 മണിയാണോ 1 മണിയാണോ ഒന്നും നോക്കില്ല. അവരെന്താണോ ആവശ്യപ്പെടുന്നത് അവരൊരു അടിമയെ പോലെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഭക്ഷണം മുന്നിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നു, വിളമ്പി കൊടുക്കുന്നു, വാരി കൊടുക്കുന്നു, കോരി കൊടുക്കുന്നു. അവർക്ക് എന്തൊക്കെയാണോ ഇല്ലാത്തത് അതൊക്കെ നോക്കി അപ്പുറത്തെ വീട്ടിലെ കുട്ടി അതിട്ടിട്ടുണ്ടോ, എന്നാ പിന്നെ എന്റെ കൊച്ചിന് അതില്ലല്ലോ, എന്നാ പിന്നെ അതും കൂടെ മേടിച്ചവൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ അവന് വിഷം പോകൂലേ, പിന്നെ അവൻ കിടന്ന് കാര്യം അവനതുണ്ടല്ലോ എനിക്കത് മേടിച്ചു തന്നില്ല എന്ന് പറയുമ്പോൾ അയ്യോ എന്റെ കുഞ്ഞിന് അതില്ല, എന്റെ കുഞ്ഞു അതില്ലെങ്കിൽ അവന് പിന്നെ നാളെ സ്കൂളിൽ പഠിക്കാൻ പോലും പറ്റൂല എന്നുള്ള വിശ്വാസത്തോടെ അത് മേടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ആക്കി നമ്മളെ കുട്ടികൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. അവർക്ക് ഭൂലോകത്ത് എന്ത് കണ്ടാലും അത് അവർക്ക് വേണ്ടതാണ് എന്നുള്ളൊരു വിശ്വാസം അവരെ ഉറച്ചിരിക്കുക. അപ്പൊ ആ പഴയ കാലഘട്ടം തന്നെയാണ് നല്ലതെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയാനുള്ള ബുദ്ധി കുഞ്ഞിനെങ്കിലും ഉണ്ടാവണം. അത് കുട്ടിയായിരിക്കുമ്പോ ഓക്കെ, കുഞ്ഞാണ്, അതിന് മനസ്സിലാക്കാൻ അറിയില്ല. പാരന്റ്സ് പറഞ്ഞു കൊടുത്താൽ പോലും അതിന് അത്രയ്ക്കത് അത് വളർന്നു വന്ന ചുറ്റോട് വെച്ചിട്ട് അതിന് അറിയില്ല. പക്ഷെ വളർന്നു കഴിയുമ്പോ ഈ കുഞ്ഞിനെ മനസ്സിലാക്കില്ലെങ്കിൽ മനസ്സിലാക്കിക്ക പാരന്റ്സും ബാധിച്ചാണ്. പക്ഷെ എല്ലാ പാരന്റ്സിന്റെ തലയെ കൊണ്ട് വെക്കാനും പറ്റില്ല അല്ലേ. സമൂഹം ഇല്ല. അവന് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഇടിക്കാതെ രക്ഷപ്പെടാൻ ഉള്ള ബുദ്ധി അവനുണ്ട് ഇല്ലേ. ഒരാൾ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മാറാനുള്ള ബുദ്ധി അവനുണ്ട് ഇല്ലേ. വിശന്നാൽ അവന് മനസ്സിലാവുന്നുണ്ട്, വിശപ്പുണ്ട്, എനിക്ക് ഞാൻ തന്നെ വാരി കഴിച്ചാൽ എന്റെ വയറ്. ഇതൊക്കെ അവന് തിരിച്ചറിയാമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം തിരിച്ചറിയാൻ പറ്റും, അവനാണെങ്കിലും അവളാണെങ്കിലും. ഇപ്പൊ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. അപ്പൊ നമ്മുടെ ഈ സിനിമയിലും അങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടോ? ഉണ്ട്. ലൈക്ക് അതില് ഇപ്പൊ നമ്മള് ആക്ഷൻ ഹീറോ ബിജുവിലെ അമ്മേനെ ഉപദ്രവിക്കുന്നു ഡ്രഗ് അടിച്ചിട്ട്. ഇപ്പൊ ഈ ഒരു കേസ് വരുമ്പോഴും ആ സമയത്ത് പലരും പറഞ്ഞായിരുന്നു കുട്ടി അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെന്ന് പറയുന്നുണ്ട് വെഞ്ഞാറമ്മൂട് കേസില്. പക്ഷെ അതും ഒരു ഘടകമാണെന്നൊക്കെ പല റൂമേഴ്സ് ഒക്കെ വന്നായിരുന്നു. അപ്പൊ ഈ ഒരു സിനിമയിലും ഡ്രഗ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഇഷ്യൂ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അത് സിനിമ ആണ്, സസ്പെൻസ് ആണല്ലേ. അതെന്ത് സിനിമയെ പറ്റി കൂടുതൽ പറഞ്ഞ സസ്പെൻസ് പൊളിയും. കാരണം ഇതില് ഇപ്പൊ ടൈറ്റില് മറ്റേ കയറ് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു കാളേനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണോ? എന്ന് വെച്ചാൽ സിനിമയുടെ കുറെ സസ്പെൻസ് ഉണ്ട്, അത് ഞാനിപ്പോ പൊളിച്ചാൽ ശരിയാവില്ല. അപ്പൊ നമ്മുടെ മൂവി റിലീസിന് 6th ഫെബ്രുവരിയില് വരുവാണ്. അപ്പൊ എന്താണ് തോന്നുന്നത്? എന്താ മൂവിനെ പറ്റി എന്താ കൂടുതൽ പറയാനുള്ളത്? മൂവി ഇങ്ങനത്തെ ഒരു നമ്മൾ നടന്നൊരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു അതേപോലെ തന്നെ ആയിരിക്കില്ലല്ലോ, എന്താണെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന് ഇത് ആവശ്യമായ ഒരു സബ്ജക്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് കഥ കേട്ടപ്പോഴും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് പോലും നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ
കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായ നല്ലതാണ്. ശരിയാ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ അയ്യോ ഇതൊക്കെ ഇപ്പൊ ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടായി, നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അറിയണം എന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സിനിമയോ സീരിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ അത് ഇങ്ങനെയാണ് സംഭവം, അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് അതിലൂടെ ഒരു കുഞ്ഞിന്റെ അടുത്ത് നമ്മൾ കാര്യം അങ്ങനെ ചെയ്യരുതോട്ടോ അതാണ് മറ്റാന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അനുസരിക്കില്ല. അതൊക്കെ അവന്റെ അടുത്ത് ഒരു സിനിമയോ സീരിയലോ കാണിച്ചിട്ടൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കും. അത് തന്നെയാണ് എല്ലാ മനുഷ്യരും അല്ലേ. പക്ഷെ ഇപ്പോ ഈ അടുത്തൊരു ഇത് വന്നിരുന്നല്ലോ, സിനിമ കണ്ടിട്ട് ആൾക്കാര് വഴി തെറ്റി പോവാണെന്ന് പറയുന്ന ഒരു കൂട്ടർ വന്നല്ലോ, മാർക്കോ ഒക്കെ ഇറങ്ങിയ സമയം. വഴി തെറ്റാൻ വേണ്ടിയിട്ടല്ല സിനിമ എടുക്കണേ, അതങ്ങനെ ആയാൽ അങ്ങനെ സംഭവിക്കുന്നു മനസ്സിലാക്കി കൊടുക്കാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ഒരു നെഗറ്റീവായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അതാണ്, അതങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കണോണ്ടാണ് അങ്ങനെ. അവർക്ക് എന്തായാലും ദോഷമല്ലേ സംഭവിക്കുന്നുള്ളൂ. അവർക്ക് ദോഷം സംഭവിച്ചോട്ടാ എന്നാ പിന്നെ നല്ല കാര്യം, എനിക്കും അങ്ങനെ വരണമെന്ന് ആരും ചിന്തിക്കില്ല. അവർക്ക് ദോഷം സംഭവിച്ചു അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യരുത് അല്ലേ, അതല്ലേ ചിന്തിക്കേണ്ടത്. ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു സാധനം കൊള്ളൂലെന്ന് സമൂഹത്തിന് മൊത്തം അറിയാം, പിന്നെ അത് ചെയ്യാണ്ടിരിക്കണല്ലേ നല്ലത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീ അപകടമാണ്, അത് തൊട്ടാ പൊള്ളും എന്നറിയാം, എന്നാ പിന്നെ അത് തൊടാണ്ടിരുന്ന ശരിയാ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സിനിമ 6th February റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും ഈ സിനിമ കാണണം. വളരെ എന്താ പറയാ, കുറെ നാടക കലാകാരന്മാരുടെ കൂട്ടായ്മ ഒത്തുചേർത്തുണ്ടാക്കിയ കുറച്ച് നല്ല കുറെ ആൾക്കാരുടെ ഒരു സിനിമയാണ്. വളരെ കുറച്ച് ബഡ്ജറ്റിൽ ചെയ്തൊരു നല്ല സിനിമയാണ്. പിന്നെ ജനങ്ങൾക്ക് പ്രയോജനകരമായ കുറേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ പേടിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ കണ്ട് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമാകട്ടെ. ചേച്ചിയും എന്താ വെറൈറ്റി റോൾസിൽ നമ്മൾ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.